നിന്റെ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രതിപുരുഷനായ പുരോഹിതനോട് പറയൂ കുഞ്ഞച്ച. യഥാർത്ഥമായ പശ്ചാത്താപത്തോടും അനുതാപത്തോടും കൂടി നീ പശ്ചാത്തപിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. 10 കൽപ്പനകളിൽ എന്തെങ്കിലും നീ ലംഘിച്ചിട്ടുണ്ടോ? 10 കൽപ്പനകളെന്ന് പറയുമ്പോ നീ മോഷ്ടിച്ചിട്ടുണ്ടോ? ഉവ്വ്. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും നീ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? മാതാപിതാക്കളില്ല, അനാഥ മന്ദിരത്തിലാ വളർന്നത്. പിന്നെ എടുത്തു വളർത്തിയത് അത്. അപ്പോ അദ്ദേഹമാണല്ലോ നിന്റെ പിതാവെന്ന് പറയുന്നേ. ആ പിതാവിനെ നീ നിന്ദിച്ചിട്ടുണ്ടോ? നിന്ദിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാ വാക്കുകൊണ്ടോ മറ്റോ? വാക്കുകൊണ്ടൊന്നും നിന്ദിച്ചിട്ടില്ല. പിന്നെ അങ്ങേര് കുരിശും തൂക്കിയിട്ടുണ്ട് പ്രാർത്ഥിച്ചു വന്നപ്പോ ഒരു കല്ലെടുത്തെറിഞ്ഞു, തല പൊട്ടി ചോര വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് ദുർഗണ പരിഹാര പാഠശാല ചെന്ന് പെടുന്നത്. പിന്നെന്തൊക്കെ പാപങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്? എല്ലാം പൊറുക്കുന്നവനും മറക്കുന്നവനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കുഞ്ഞാടായ ഈ മഹാപാപിയോടും അങ്ങ് ക്ഷമിച്ചു കൊടുക്കണമേ. കുഞ്ഞച്ചൻ ചേട്ടാ, ചേട്ടന് എന്നെ മനസ്സിലായോ? എന്നെ തല്ലിയവരെയും ഞാൻ മറക്കത്തില്ല. എന്താ പ്രശ്നം? അഡ്മിഷന്റെ ആവശ്യത്തിനാണെങ്കിൽ സീറ്റുകളെല്ലാം ക്ലോസാ. ഞാൻ മാനസികമായി അങ്ങേറ്റം തകർന്നിരിക്കുകയാണ്. ആണല്ലോ. ഉത്സവ പറമ്പി വെച്ച് പെണ്ണെ കയറി പിടിക്കുക, നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തല്ലുക. മനസ്സിന് മാത്രമല്ല ശരീരത്തിനും അസുഖം ഉണ്ടാവുന്ന ഇടപാടാ. സത്യത്തിൽ ഞാനെന്ന് കാഞ്ഞിരപ്പള്ളി പാപ്പന്റെ ആൾക്കാർ മോളിക്കുട്ടിയെ വളയുന്നത് കണ്ടു. ചേട്ടനും മോളിക്കുട്ടിയെ നോട്ടം വിടുന്നത് കണ്ടു. പെരുന്നാൾ ആളിന്റെ ഇടയ്ക്ക് അവൾക്കൊരു ഉപദ്രവം ഉണ്ടാകണ്ടെന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ പിന്തുടർന്നതാ. പിന്നെ ജിമ്മി ആൾക്കാർ അവളെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ സത്യം പറയാം, എന്റെ അമ്മ സാക്ഷിയായി പറയാം, ഞാൻ രക്ഷിക്കാൻ ഓടി വന്നതാ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി തെറ്റിദ്ധരിച്ച് എന്നെ. അയ്യോടാ, അമ്മയല്ല താൻ അമ്മുമ്മയെ കൊണ്ട് ആണായിട്ട് പറഞ്ഞാലും ശരി, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാടോ. ഉത്സവപ്പറമ്പിലും ആറാട്ടിനും പെരുന്നാളിനും ദീപാരാധന തൊഴുന്നിടത്തും പെമ്പിള്ളേരെ തൊട്ടും തലോടിയും തോണ്ടിയും തല്ലിയും തല്ലുകൊണ്ടും ഒക്കെ എനിക്ക് നല്ല ശീലമാ. അങ്ങനെയുള്ള അവസരങ്ങളിൽ പിടിക്കപ്പെടുമ്പോ ഞാനും ഇങ്ങനെ ചില്ലറ കള്ളങ്ങളൊക്കെ പറയാറുണ്ട്. ചേട്ടാ, മിണ്ടിപ്പോരുത്. ആ പെണ്ണെ താനങ്ങ് മറന്നുകളാ. അവക്കിപ്പോ വേറെ ചില കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. തന്നെയുമല്ല, അവക്കിപ്പോ തന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. മോളിക്കുട്ടിയെ നേരിട്ടൊന്ന് കണ്ട് ആ ഏരിയയിൽ എങ്ങനെ കണ്ടാ നിന്റെ കൈയും കാര്യം ഞാൻ തല്ലി ഓടിച്ചു കളയും. ചില ഒരു പെണ്ണിന് തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ തനിക്കും തലത്തൊരു സൂക്കേട്. അവക്ക് തന്നെ ഇഷ്ടമല്ല പോരെ. എടോ, തന്റെ അപ്പന് നല്ല കാശും സൗകര്യവും ഒക്കെ ഉള്ള ആളല്ലേ. വേറെ ഏതെങ്കിലും പെണ്ണെ തപ്പി പിടിക്ക്. ഇത് വിട്. അമയമനക്കെടുത്താൻ നടക്കുന്നു. ചേടാ, എന്തൊരു ഏടാകൂടമാണെന്ന് നോക്കി. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ കൊള്ളാവുന്നതും സൽസ്വഭാവിയുമായ ഒരു പെണ്ണ് മനസ്സിലോട്ട് കയറി വന്നതാ. അവളെ എങ്ങനെയാ ഒന്ന് വളച്ചെടുത്തൊരു ജീവിതം ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ അമ്മയുടെ ഒരു ആണയിടല്. മിഖായിലിട്ടൊരു കത്തുണ്ട്. ആരുടെയാടി? ഉപ്പുകണ്ടത്തിലെ അമ്മച്ചന്മാരുടെയാ. ആ, മോളിക്കുട്ടിക്ക് ഒരു ചെറുക്കനെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ചേ, വേഗം പൊട്ടിച്ചങ്ങോട്ട് വായിക്കടി. അമ്മച്ചി, ദേ ചെറുക്കനും കൂട്ടരും ബുധനാഴ്ച വരുന്നു. ബുധനാഴ്ച എന്ന് പറയുമ്പോ ഇന്ന് ചൊവ്വ. എന്റെ പാറമാധവേ, നാളെയോ? പന്നിയായി, പോത്തായി, കോഴിയായി. ആ പൊട്ടൻ രാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് കിഴക്കുള്ളവരല്ലേ, മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും. എടുക്കു കുഞ്ഞത്താ. സൂസി, ഈ കത്തൊന്ന് വായിച്ചേ. ഓ, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അപ്പച്ചാ വായിക്കുന്നത്? അതേടി, കുഞ്ഞച്ചനൊന്ന് കേക്കട്ടെ. കുഞ്ഞച്ചൻ അവൻ നമ്മുടെ ആളല്ലേ. ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ, ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരെ? മതി 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 പോരെ. തൈപ്പറമ്പി എന്നാണ് വീട്ടുപേര്.
ചെറുക്കന്റെ വീട്ടുകാർ നമ്മളെ പോലെയല്ല. കഴിഞ്ഞുകൂടാൻ വലിയ സൗകര്യക്കാരാണ്. 8 ഏക്കർ റബ്ബറും 10-14 ഏക്കർ ഏലവും ഉണ്ട്. 4 ചേട്ടാനുജന്മാർ, 3 പേര് കമ്പത്താണ്. കമ്പം തേനി അവരവിടെ വലിയ നിലയില. ഇളയവനായ, അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ, അവൻ മാത്രമേ വീട്ടിലുള്ളൂ. ഇളയ ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട്. കുട്ടിയപ്പനാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി. അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല. നല്ല പണിക്കാരനാണ്, കഠിനാധ്വാനിയാണ്. പിന്നെ ഒരു ദോഷമേ ഉള്ളൂ. അത് ഇക്കാലത്തൊരു ദോഷമല്ല. ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ്. ഒരു ഇച്ചിരി പരിഷ്കാരമൊക്കെ ഇക്കാലത്ത് ഉണ്ടെന്ന് വിചാരിച്ച് അതൊരു ദോഷമാണെന്ന് പറയാൻ ഒക്കുമോ കുഞ്ഞച്ച? അതില്ല. നീ വായിക്ക്. പാന്റ് ഷർട്ടുമേ ചെറുക്കൻ ധരിക്കൂ. സിഗരറ്റ് വലിക്കും. കള്ളുകുടി, പൊടിവലി, കണ്ടമാനമുള്ള നടപ്പ്, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക. ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോര. നല്ല പയ്യനാണെങ്കിൽ നടക്കട്ടെന്നേ. മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം. പിന്നെ മോളിക്കുട്ടി ഇഷ്ടപ്പെടും പരിഷ്കാരിയാവുമ്പോ. കുഞ്ഞച്ചൻ ചേട്ടൻ ഉറങ്ങിയോ? എന്താ സൂസു കുഞ്ഞെ? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? എന്നതാ സൂസു കുഞ്ഞെ? ഞായറാഴ്ച പള്ളിയിൽ പോയി കുമ്പസരിച്ച് കുർബാന കൈക്കൊണ്ട ആളല്ലേ? സത്യം പറയൂ. ചേച്ചിയുടെ പേരിൽ ചേട്ടൻ എന്തെങ്കിലും ആശയുണ്ടോ? ഞാനിങ്ങനെ തുറന്നു ചോദിക്കുന്നത് കൊണ്ട് വിഷമിക്കരുത്. ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് കുഞ്ഞച്ചൻ ചേട്ടന് ആഗ്രഹമുണ്ടോ? നീ എന്നായി പറയുന്നേ? ചേച്ചി അങ്ങനെ വല്ലതും? ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നി. അതിപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടാ കൊള്ളാവുന്ന ഒരുത്തൻ, കേറിക്കിടക്കാൻ ഇടവും 10-15 ഏക്കർ സ്ഥലവും പരിഷ്കാരിയുമായ ഒരുത്തൻ വരുമ്പോ പിന്നെ ചട്ടമ്പിയും പറയാൻ കൊള്ളാവുന്ന ഒരു അഡ്രസ് ഇല്ലാത്തവനും ജയിലിൽ കിടന്നവനും ഒക്കെ ആയി പിന്നെ ഞാൻ എങ്ങനെയാ അത് അങ്ങനെ ഒരു ആശ ഉണ്ടെ തന്നെ പറയുന്നേ? ആശയുണ്ട്, അത് മറന്നു കളഞ്ഞു. മോള് പോയി കിടക്ക്. ചേച്ചി, ചേച്ചി, എന്താ ചേച്ചി? എന്ത് പറ്റി ചേച്ചി? എനിക്ക് കല്യാണം വേണ്ട. എനിക്ക് കല്യാണം വേണ്ട. അതെന്താ ചേച്ചി? ചേച്ചിക്ക് അയാളെ കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ടിടത്തോളം മോശമുണ്ടെന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താ ചേച്ചി? എനിക്ക് വേണ്ട. എങ്കിലത് തുറന്നു പറഞ്ഞൂടെ? ഇല്ല, തുറന്നു പറഞ്ഞാലും ഇതേ നടക്കും. നീ പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടിടത്തോളം അമ്മാച്ചന്മാർക്കും അമ്മച്ചിക്കും അപ്പച്ചനും ഒക്കെ വലിയ താല്പര്യമായിട്ടിരിക്കുക. നമ്മുടെ നിലവിട്ടുള്ള ഒരുപാട് ഉയർന്ന കല്യാണമല്ലേ, അവരിതേ നടത്തും. വേണ്ടെന്ന് പറയാനുള്ള കാരണം അതെനിക്കിപ്പൊ പറയാൻ വയ്യ. ഇനിയിപ്പോ എന്തോ ഒരു മാർഗം. അപ്പുറത്തുള്ള കുഞ്ഞച്ചനോട് പറഞ്ഞാലോ? കുഞ്ഞച്ചൻ ചേട്ടനോടോ? ചേച്ചിക്ക് കുഞ്ഞച്ചൻ ചേട്ടനെ സത്യമാണോ ചേച്ചി? കുഞ്ഞച്ചൻ ചേട്ടൻ ഇത് കേട്ടാ വലിയ സന്തോഷായിരിക്കും. നീ ഇപ്പം ഇതേക്കുറിച്ച് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയും വേണ്ട. അയാളോട് ഒന്ന് പറയണം. ആരാത്? പതുക്കെ. നിങ്ങൾ ഈ സമയത്ത്? ചേച്ചി, നിങ്ങൾ സംസാരിക്ക്, ഞാനിങ്ങോട്ട് മാറിയിക്കാം. സൂസി, ഇല്ല, സംസാരിക്ക്. ഞാനൊരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത്. എന്ത് സഹായം? നാളെ വരുന്ന ആ കല്യാണാലോചന എനിക്കിഷ്ടമല്ല. അപ്പച്ചനും അമ്മച്ചിയും അത് നടത്തും. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം.
ഞാനിങ്ങനെ പറഞ്ഞൂന്ന് അമ്മച്ചിയും അപ്പച്ചനും അറിയുകയും ചെയ്യരുത്.